നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ നിരന്തരം വിവാദങ്ങളിൽ നിറയാറുള്ള കുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. മക്കളും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതുകൊണ്ട് തന്നെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. കസിൻ തൻവിയുടെ പുതിയ വ്ലോഗ് ചർച്ചയായിരിക്കെ അഹാന കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ചർച്ചയാകുന്നു. സത്യം എപ്പോഴായാലും പുറത്തുവരും, സമയം നൽകിയാൽ മതി എന്നാണ് അഹാനയുടെ പോസ്റ്റ്. അമ്മുമ്മയുടെ വീട്ടിൽ നിന്നും താമസം മാറുന്നു എന്നാണ് തൻവി പുതിയ വ്ലോഗിൽ പറയുന്നത്. മകൾക്ക് അലർജി പ്രശ്നങ്ങൾ വരുന്നുവെന്ന് പറഞ്ഞാണ് മാറ്റം. അമ്മുമ്മയെ നിർബന്ധിച്ചിട്ടും വീട്ടിൽ നിന്നും മാറാൻ തയ്യാറാകുന്നില്ല എന്നും തൻവി പറഞ്ഞിരുന്നു. ഇത് പല ചർച്ചകൾക്ക് വഴിവെച്ചു. അമ്മുമ്മയുമായി അഹാന കൃഷ്ണ അകൽച്ചയിലാണ്. വളരെ മോശമായ അമ്മുമ്മ തന്നെക്കുറിച്ച് സംസാരിച്ചുവെന്നും ആരുമായും ഒത്തുപോകാൻ അമ്മുമ്മ തയ്യാറല്ല എന്നും അഹാന പറഞ്ഞിരുന്നു. അഹാനയും അമ്മുമ്മയും തമ്മിലുള്ള പ്രശ്നം പുറത്തറിഞ്ഞതിന് പ്രധാന കാരണം തൻവിയാണ്. അഹാനയ്ക്ക് ഇതുണ്ടാക്കിയ ഇമേജ് ഡാമേജ് ചെറുതല്ല. പ്രശ്നങ്ങൾക്കിടെ തൻവി വിദേശത്ത് നിന്നെത്തി അമ്മുമ്മയ്ക്കൊപ്പം താമസിക്കുകയും ചെയ്തു. അമ്മുമ്മയെ നോക്കാൻ ആരുമില്ല എന്നാണ് ഇതിന് തൻവി പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന്. അമ്മുമ്മയെ അഹാനയും കുടുംബവും ഉപേക്ഷിച്ചു എന്ന വാദവും സോഷ്യൽ മീഡിയയിൽ വന്നു. മക്കൾ നോക്കാതെ ആയതോടെയാണ് തൻവി അമ്മുമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ഭർത്താവും രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും തൻവിക്കൊപ്പമുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി തന്റെ ഇളയ കുഞ്ഞ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണെന്നും അതിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നും തൻവി വ്ലോഗിലൂടെ നിറകണ്ണുകളോടുകൂടി പറഞ്ഞിരുന്നു. കുറെ നാളുകളായി ഞാൻ വ്ലോഗൊന്നും ഇടുന്നില്ലായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയോ എന്റെ കുഞ്ഞിനെ കടിക്കുന്നുണ്ട്. കുഞ്ഞിന് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. മാറി മാറി ഒരുപാട് ഡോക്ടർമാരെ കുഞ്ഞിനെ കാണിച്ചു വരികയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ അനുഭവിക്കുകയാണ്. കുഞ്ഞിന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. പലവിധ കാര്യങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തും വരെ ഈ വീട് വിട്ട് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും കുഞ്ഞിന്റെ അവസ്ഥ മെച്ചപ്പെടുമോ എന്ന് അറിയാൻ കഴിയുമല്ലോ. ആദ്യം കരുതി മോൻ സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന പനി വല്ലതും കുഞ്ഞിനെ പിടിച്ചതാകുമെന്ന്. പിന്നീട് മനസ്സിലായി അതല്ല എന്ന്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരുപാട് കുരുക്കളും അലർജിയും വന്നിട്ടുണ്ട്. കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ വീട്ടിൽ ഇതേ അവസ്ഥയിൽ തുടർന്നാൽ കുഞ്ഞിന് ഡെങ്കു വരാൻ സാധ്യതയുണ്ടെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വീട് വിട്ട് മാറി നിന്ന് ഡീപ് ക്ലീനിങ്ങും എങ്ങാനും ചെയ്യേണ്ടി വരും. ഞങ്ങൾ വാടകയ്ക്ക് മാറിയാലോ എന്നുള്ള ആലോചനയിലാണെന്നും തൻവി പറഞ്ഞിരുന്നു. വീട് നോക്കാൻ മുഴുവൻ സമയവും നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മുമ്മ വാടക വീട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. ഞാൻ ചോദിച്ചു നോക്കി. ഈ വീട് വിട്ട് എവിടെയും പോകുന്നില്ല. ഞാനും നിന്റെ അപ്പൂപ്പനും നിന്ന വീടാണ്. ഇവിടം വിട്ട് എവിടേക്കും ഞാൻ വരില്ല എന്ന രീതിയിലാണ് അമ്മുമ്മ. അപ്പോൾ അമ്മുമ്മയ്ക്കൊപ്പം നിൽക്കാൻ ഒരാൾ വേണം. ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് പറ്റില്ല. ഈ വീടിനടുത്ത് തന്നെ നമുക്കൊരു വാടക വീട് കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഇനി ഈ വീട്ടിലേക്ക് കൊണ്ടുവരില്ല. അമ്മുമ്മയുടെ കാര്യം ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കും. എനിക്ക് മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കോ ഭർത്താവിനോ മൂത്ത മകനോ പ്രശ്നങ്ങളില്ല. കുഞ്ഞിനാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. കുഞ്ഞിനെ ആശുപത്രിയിൽ കയറ്റിയിറക്കി എനിക്ക് എന്തോ പോലെയായി. ഇങ്ങനെ പോയാൽ കുഞ്ഞിന് വല്ല അസുഖവും വരും. ഞാൻ അത്രത്തോളം കെയർ ചെയ്ത് നോക്കുന്ന കുഞ്ഞാണ്. പിന്നെ ചിലർ പറയുമായിരിക്കും അമ്മുമ്മയെ കളഞ്ഞിട്ട് പോയതാണെന്ന്. എനിക്ക് മോളാണ് ഇപ്പോൾ പ്രധാനം. മറ്റൊന്നും എനിക്ക് കുഴപ്പമില്ല. കുഞ്ഞ് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. 3.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് എന്നാണ് തൻവി പറഞ്ഞത്. തൻവി അമ്മുമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തതോടെയാണ് സിന്ധു കൃഷ്ണ അമ്മയെ നോക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതിന്റെ പേരിലും ചില പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടായിരുന്നു. അടുത്തിടെയാണ് കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങ് ആഘോഷമായി തൻവി നടത്തിയത്. സ്വന്തം അമ്മയും തൻവിയുമായി അടുപ്പത്തിലല്ല. ഭർത്താവിന്റെ കുടുംബം മാത്രമാണ് തൻവിക്ക് സഹായമായുള്ളത്. എന്നാൽ തൻവിയുടെ വീഡിയോ വലിയ ചർച്ചകൾക്ക് കാരണമായി. തൻവി നാട്ടിലേക്ക് വരും മുൻപ് സിന്ധു കൃഷ്ണയുടെ പിതാവ് മരിക്കുന്നതുവരെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് സിന്ധു കൃഷ്ണയും മക്കളും ചേർന്നാണ്. അച്ഛന്റെ മരണശേഷം അമ്മയുമായി ഒത്തുപോകാൻ സിന്ധുവിന് കഴിയാതെ വരികയായിരുന്നു. കുട്ടിക്കാലം മുതൽ നോക്കി വളർത്തിയവർ എന്ന കടമയും അമ്മുമ്മയോട് തൻവിക്കുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സംരക്ഷിക്കാനായി നാട്ടിലേക്ക് എത്തിയത്. തൻവിയും കുടുംബവും സ്ഥിരതാമസത്തിനായി എത്തുന്നുവെന്ന് അറിഞ്ഞപ്പോൾ വീട് വൃത്തിയാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് സിന്ധുവും അഹാനയും അമ്മുമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല. ഇവർ വൃത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മുമ്മ തടയുകയും ചെയ്തിരുന്നു. അതെല്ലാം ഇവരും അമ്മുമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വഷളാകാൻ കാരണമായിട്ടുണ്ട്. പുതിയ വ്ലോഗ് പുറത്തുവന്ന ശേഷം തൻവിക്ക് വിമർശനം പരിഹാസവുമാണ് ഏറെയും ലഭിക്കുന്നത്. അമ്മുമ്മ പിടിവാശിക്കാരിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ എന്നാണ് തൻവിയോട് ചിലർ കമന്റിലൂടെ ചോദിച്ചത്. അമ്മുമ്മ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ? ചിലവും കൂടി കാണും. അഹാന പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവരെ കുറ്റപ്പെടുത്തി. ഇപ്പോൾ തൻവിക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ.
ഇത്രയും പെട്ടെന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു 5-6 മാസമെങ്കിലും അവിടെ താമസിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. വാചകം പോലെ എളുപ്പമല്ല ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ട് ചാടി അമ്മൂമ്മ പെരുവഴി. അതല്ലേ അഹാന ഒരു വീഡിയോയിൽ പറഞ്ഞത്, കുഞ്ഞിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ക്ലീൻ ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ മണ്ടയ്ക്ക് കയറി. നൈസായിട്ട് അമ്മൂമ്മയെ ഒഴിവാക്കിയല്ലേ? അവർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തല്ലേ? ഇതിന്റെ പേരിൽ വീട് മാറി താമസിക്കാൻ ഒരു അവസരം കിട്ടിയതുപോലെ ഉണ്ടല്ലോ തൻവി. അപ്പോൾ അമ്മൂമ്മ ഒറ്റയ്ക്കാവില്ലേ? മുൻപ് എന്തൊരു കൺസേൺ ആയിരുന്നു. അമ്മൂമ്മയെ നോക്കി കാണും അല്ലേ തൻവി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. വീട് മാറി താമസിക്കാനുള്ള പ്ലാനിലാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തലുകളും പരിഹാസവും വരുമെന്ന് തനിക്ക് അറിയാമെന്നും എന്നിരുന്നാലും തനിക്ക് അതല്ല വിഷയമെന്നും മകളുടെ ആരോഗ്യമാണെന്നും വ്ലോഗിൽ തൻവി പറഞ്ഞിരുന്നു. തൻവി തന്റെ വ്ലോഗിലൂടെ പങ്കുവച്ച ചില കാര്യങ്ങളും അതിനു പിന്നാലെ അമ്മുമ്മ വസന്ത് നടത്തിയ വെളിപ്പെടുത്തലുകളും കൃഷ്ണകുമാർ കുടുംബത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് വിവാദങ്ങൾ എത്തിച്ചിരുന്നു. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അഹാനയ്ക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ വിചാരണ നടക്കുകയും ചെയ്തു. അമ്മയെ അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചു, സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്നതിന്റെ എല്ലാം പേരിലാണ് അഹാനയ്ക്ക് വിമർശനം ലഭിക്കുന്നത്. എന്നാൽ അമ്മുമ്മ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ സംസാരിച്ചതിനാലാണ് താൻ അവരുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചത് എന്നാണ് അമ്മുമ്മയെ സംരക്ഷിക്കാത്തതിന് പിന്നിലെ കാരണമായി അഹാന പറഞ്ഞിരുന്നത്. അമ്മുമ്മയും ഞങ്ങളിൽ ചിലരും തമ്മിലുള്ള ബന്ധം 2025 ഒക്ടോബർ മുതൽ വഷളായതാണ്. ഇതിന് പൂർണ്ണ ഉത്തരവാദി അവരാണ്. എന്റെ അമ്മുമ്മയോട് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒരു അമ്മുമ്മയും അവരുടെ കൊച്ചുമക്കളോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. അവർ ഉപയോഗിച്ച വാക്കുകൾ അതിരു കടന്നതായിരുന്നു. അശ്ലീലവും ലൈംഗികവുമായി അധിക്ഷേപിക്കുന്നതും ഒരു അമ്മുമ്മയിൽ നിന്ന് കേൾക്കാൻ അസാധ്യവുമായ കാര്യങ്ങളായിരുന്നു അവ. ആ വൃത്തികേടുകളിലേക്ക് ഇനിയും പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ആ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല എന്നുമാണ് അഹാന പറഞ്ഞിരുന്നത്.